ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ കറി പല രീതിയിൽ ഒരുപാട് സൈസിൽ പല വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്കൊരു ഈ രീതിയിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതേപറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടുവരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. സാധാരണ രീതിയിൽ പല രീതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടൊരു 3 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിലേക്ക് വെക്കാം. ഇതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു അരക്കപ്പ് വെള്ളം കഷ്ടി മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് നന്നായിട്ടൊന്ന് വേവട്ടെ. ഒരു 20 മിനിറ്റ് വേവണം. ചിക്കൻ അപ്പം അടുപ്പത്തിരുന്ന് നന്നായിട്ട് വേവുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ചേരുവയൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു ഉരുളിയിൽ 3 കിലോ കൊള്ളുന്ന ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി കേട്ടോ. ഇത് മെയിനാണ്, ഈ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. 250 ഗ്രാം ചെറിയ ഉള്ളി, ഒരു കുറച്ച് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ ഒരു 50 ഗ്രാമോളം ഒരു പച്ചമുളക്, ഒരു 3 തക്കാളി അരിഞ്ഞത് കേട്ടോ, കുറച്ച് കറിവേപ്പില. വാടി കിട്ടാൻ എളുപ്പത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വാടണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഈ ചിക്കൻ്റെ വെള്ളം നമുക്കൊരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ചിക്കൻ വെന്ത വെള്ളം നമുക്കിതിലേക്ക് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ഈ വെന്ത വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അതിൻ്റെ വെള്ളം സഹിതം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു പകുതി കുക്കായിട്ടുണ്ട്. നമുക്ക് ബാക്കി കൂടെ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ തളിച്ചൊഴിക്കാം. നമുക്കൊരു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. സുഹൃത്തുക്കളെ, നമ്മുടെ ചിക്കൻ കറി ഒരു വെറൈറ്റി ചിക്കൻ കറി കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ ഒന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ.
ഇതിൻ്റെ ഗ്രേവി ഉണ്ട് നല്ല. ചിക്കൻ മസാലയിൽ മാത്രം വെക്കുന്നവരല്ല, നമ്മളിതിൽ കാശ്മീരി ചില്ലിയും അതുപോലെ മറ്റു പൊടികളും ഒക്കെ ഉപയോഗിച്ച് ഇവിടെ എണ്ണയിൽ വഴറ്റി നല്ല കണ്ടീഷനായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനകത്തുണ്ട് വരും. നിങ്ങൾ ഇതേപോലെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.